ഇവിടെ ദുബായിൽ വെച്ചിട്ട് ആണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം 3 ദിവസം അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ തൊട്ടപ്പുറത്തെ റൂമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പെപ്പിൻ ചേട്ടൻ പരിചയപ്പെടുത്തി. അതിന് വേറൊരു കാരണം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെയും കഥകളെയും ഒക്കെ വെച്ച് ഒരു പാട്ട് എഴുതാൻ പറ്റി. ആ പാട്ട് അവിടെ ചെയ്തിരുന്നു. ആ പാട്ട് അദ്ദേഹത്തിനെ കേൾപ്പിച്ച് പെപ്പിൻ ചേട്ടൻ എന്നെ പരിചയപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ പേടിച്ചിട്ടാണല്ലോ ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞു, സംസാരിച്ചു. അപ്പോൾ പാട്ട് എഴുതുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോടൊരു കഥ പറഞ്ഞു തന്നു. ഒരുപക്ഷെ അത് ഞാൻ പിന്നീട് അതൊരു ഉപദേശമായിട്ടാണ് എടുക്കുന്നത്. ഈ നഗരമേ നന്ദി എന്ന് പറയുന്ന സിനിമയിൽ നമുക്കൊക്കെ അറിയുന്ന മഞ്ഞണി പൂനിലാവ് എന്ന് പറയുന്ന പാട്ട് ഭാസ്കരൻ മാഷാണ് എഴുതിയത്. ആ പാട്ട് എം ടി സാറിൻ്റെ തിരക്കഥയാണല്ലോ. അപ്പോൾ എം ടി സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും പാട്ട് എഴുതുന്ന സമയത്ത് ഭാസ്കരൻ മാഷ് സീനിയറാണ്. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ മുമ്പിലിരിക്കണ പോലെ ഞാൻ അന്ന് ഭാസ്കരൻ മാഷിൻ്റെ മുമ്പിലിരിക്കുകയായിരുന്നു എന്നാണ്. അപ്പം എഴുതി കഴിഞ്ഞ് ഇതിങ്ങനെ വായിച്ച് നോക്കിയിട്ട് അപ്പോൾ ഭാസ്കരൻ മാഷ് ഇങ്ങോട്ട് ചോദിച്ചു, അത്ര വാസുവിന് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെ ഒന്നുമില്ല, അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്നാണ്. അപ്പോൾ എം ടി സാറ് ചോദിച്ചു, അത്ര ഈ താനിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ എന്നുള്ളൊരു വരി അതിലുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, ഈ താനിയൂരമ്പലം എവിടെയാ മാഷേ എന്ന് ചോദിച്ചത്ര. അപ്പോൾ ഭാസ്കരൻ മാഷ് തിരിച്ചു, അത് വാസുവിൻ്റെ നാട്ടിൽ ഈ കുമ്പടി ആ ഭാഗത്തുള്ള ഒരു അമ്പലമായിട്ട് തോന്നണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പക്ഷെ എവിടെയാന്ന് മനസ്സിലാവുന്നില്ല. അല്ല തോന്നണില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ തോന്നിയാൽ മതി, അങ്ങനെ ഒരു അമ്പലമില്ല, പാട്ടെഴുത്തിൽ ഇങ്ങനത്തെ തോന്നലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് സാറ് എന്നോട് പറയണം, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരാളും ഇപ്പോൾ ഒരു പ്രണയിനിയെ നഷ്ടപ്പെട്ടാൽ നമ്മൾ പാട്ട് പാടുന്നില്ല, ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ പാട്ട് പാടുന്നില്ല, അമ്മ മരിച്ചു കഴിഞ്ഞാൽ പാട്ട് പാടുന്നില്ല, മരം ചുറ്റി പ്രേമിക്കുമ്പോൾ പാട്ട് പാടുന്നില്ല. പക്ഷേ എത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയിലും പാട്ട് വരുന്നുണ്ട്. ഇതൊരു അൺറിയലാണ്. അപ്പോൾ പാട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും അൺറിയൽ ആവുക വേണ്ട, പക്ഷെ റിയൽ ആണെന്ന് തോന്നും വേണം. അതാണ് പാട്ടിൽ എഴുതേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്. അദ്ദേഹത്തിൽ നിന്ന് ആദ്യം കിട്ടിയ ഉപദേശം അതാണ്.